തർക്കങ്ങൾ പരിഹരിക്കാൻ കേരള ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ നിന്നും അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് സ്ഥിരീകരണം. ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളന്മാർ എന്ന പരാമർശത്തിന് പിന്നാലെയാണ് ഇറങ്ങിപ്പോയതെന്ന് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി 24-നോട് പറഞ്ഞു. തങ്ങൾ ഇറങ്ങിപ്പോയെന്നാണ് ശരിയാണ്. പിന്നെ ഉമർ ഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത്. അപ്പോൾ ഉമർ ഫൈസി പറഞ്ഞു, നമ്മൾ കള്ളന്മാർ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളന്മാർ പറഞ്ഞല്ല, ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ ചോദിച്ചു. എന്നെ അഭിമുഖീകരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. അല്ല, മോഷ്ടിച്ചു എന്നല്ല, പിന്നെ നിങ്ങൾ കള്ളത്തരം പറയുകയാണെന്നുള്ള അർത്ഥത്തിനാണ് പറയണതെന്നാണ്. അപ്പോൾ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ വ്യംഗ്യഭാഷ്യം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ ഇരിക്കണവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാനും ഇതിൽ പെട്ടല്ല, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നുള്ളത് തങ്ങൾ പോയത്. സമസ്തയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ഉമർ ഫൈസി മുക്കത്തിനോടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് സംഘടനയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം. ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ഇക്കാലം അത്രയും സമസ്ത പുലർത്തിപ്പോകുന്ന അന്തസ്സിനെ ബാധിക്കും. സമീർ ബിൻ കരീം, സമീർ, സമസ്ത മുഷാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതം എന്നൊക്കെ പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കിയതാണ്. എന്ന് മാത്രമല്ല, ചില മീഡിയകൾ തെറ്റായി കൊടുത്ത വാർത്തകളിൽ ആരും വഞ്ചിതരാവരുത് എന്ന് ജനറൽ സെക്രട്ടറി ബ്രാക്കറ്റ് ഒപ്പ് എന്നൊക്കെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയതായിരുന്നു. ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി തന്നെ അങ്ങനെയല്ല, ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ സമീർ, ഇത് ആത്യന്തികമായി ഈ സമസ്ത എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക സംഘടനയാണ്. ഈ കള്ളം പറയരുത് എന്നുള്ളത് ആ മതത്തിൻ്റെ പ്രമാണങ്ങളിൽപ്പെട്ടതാണ്. വാർത്താക്കുറിപ്പിലൂടെ കളവ് പറഞ്ഞു സമീർ. ഹാഷ്മി, ഇതിൽ ആരാണ് കളവ് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ സമസ്ത മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശത്തിന് പിന്നാലെ, കള്ളൻ പരാമർശത്തിന് പിന്നാലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. അതായത് കള്ളൻ എന്ന് ഉദ്ദേശിച്ചത് ബഹാവുദ്ദീൻ നദ്വിയാണെങ്കിലും കള്ളന്മാരെന്നുള്ള പ്രയോഗമാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ചൊടിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നും നദ്വി പറയുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ശരിയല്ല, അങ്ങനെ ഇറങ്ങിപ്പോയാൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരാൾ കളവ് പറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ വാഗ്വാദം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നലെ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉമർ ഫൈസിക്കെതിരെ പരസ്യമായി ഒരു പ്രതികരണം നടത്തി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി ഉമർ ഫൈസിക്കെതിരെ നടപടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുതന്നെയാണ് ഇന്ന് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണവും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സമാനമായ രീതിയിൽ ഉമർ ഫൈസിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഉമർ ഫൈസിയുടെ പരാമർശങ്ങളെല്ലാം തന്നെ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, സമസ്തയുടെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കത്തിനെതിരെയുള്ള പരാമർശമായി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചില ചാനലുകളൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. ഏതായാലും നിലവിൽ ഈ ഇരു വിഭാഗം തമ്മിലുള്ള അല്ലെങ്കിൽ സമസ്ത ലീഗ് ചർച്ച അത് ഒരു പരിഹാരമാകാതെ പോകുന്നു. ഒപ്പം തന്നെ സമസ്തയിലെ ഭിന്നതയും പരിഹാരമാകാതെ പോകുന്നു. അങ്ങനെ സമസ്ത നേതൃത്വം വലിയ സമ്മർദ്ദത്തിലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മതസംഘടനയാണ്. അതിൻ്റെ പണ്ഡിത സഭ എന്നറിയപ്പെടുന്നതാണ് മുഷാവറ. ദൈവനാമത്തിലൊക്കെ പറഞ്ഞു തുടങ്ങുന്ന യോഗങ്ങളാണ്. ആ യോഗത്തിലാണ് ഈ പറഞ്ഞ കള്ളം വിളി, ചേരിപ്പോര്, ഇറങ്ങിപ്പോക്ക് നല്ലതാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ.